ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതരാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. ഗോവിന്ദ ഒലക്കപിടി. PC മറ്റേ ഷർട്ടിങ് എടുത്തോ. ഇതില് ചോര പറ്റിയാ പോവില്ല. ഹക്കീം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിനിത്തിരി സമയം എടുക്കും. വേണേ സത്യം പറഞ്ഞാട്ടാ, ഞാൻ വന്നപ്പോ 120 ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ട് വരെ തല്ലിപ്പിഴിഞ്ഞ് 55 കിലോ ആക്കി. ഇതൊക്കെ ഉണ്ടോ നീ? ഇത് അത് സാമ്പിൾ. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാണ് ഷമീറെ ഈ ഹൈ റേഞ്ച് ഹക്കീം. എന്നെ തല്ലിക്കൊല്ലല്ലേ, ഞാനെല്ലാം പറയാം. കൊല്ലല്ലേ ഷമീർ സാറേ, എന്നെ കൊല്ലല്ലേ ഷമീർ സാറേ. ഷമീർ സാറേ ഒന്ന് പറയണ. നിങ്ങളിപ്പോ പോവരുത്, ഇവിടെ തന്നെ നോണം കേട്ടോ. പരിപാടിയുണ്ടോ? ഒരു ഘട്ടം വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ യാത്ര സെറ്റപ്പ് ആക്കും. നമുക്കുള്ള കാശായത് തെറ്റ് ശരിയൊന്നും ആശാൻ നോക്കണ്ട. ചരക്കെടുക്കാൻ ആശാൻ എടുത്തിരിക്കട്ടെ. ഇത് വലിയ സംഗതിയാ. മലങ്കോട് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ആശാൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കോ. എവിടെയാണെന്ന് എന്നോട് പോലും പറയണ്ട. സമയമാകുമ്പോൾ മാത്രമേ വിളിക്കാവൂ. അതാ ബുദ്ധി. സത്യമായിട്ട് ആശാൻ എങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ല സാറ്. ഞാൻ വളംവണ്ടിയിൽ കടത്താതെ ഇരിക്കുവായിരുന്നു. വണ്ടി റെഡിയാക്കി വെക്കാം, ആശാൻ വിളിക്കുമ്പോ പോകാലോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഏത് പേരിലാണ് ആശാന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്? ജമീല. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്നാ കൂടിയത് ഷാജേട്ടാ? എന്നാലും ആരായിരുന്നോ വന്നിട്ട് പോയത്? ചെടി കൊള്ളുന്നതിന്റെ ഇടയിൽ ചോദിക്കാൻ പറ്റില്ലാവേ. ചോദിക്കാൻ പറ്റില്ല. വരുന്നുണ്ട് എനിക്ക്. അവിടെ ഇരുന്ന് വിഴിക്കോടാവേ. നാളെ നേരം വിളിക്കുമ്പോഴേക്കും 2 പീഡന കേസിൽ എല്ലാം കൂടി അകത്തായിരിക്കും. ഭർത്താവ് പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ള പാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. എന്നാലും എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അബുവിനെ മാത്രം എന്നാത്തിനാണ് ഈ പിടിച്ചിട്ട് പോകുന്നത്? നേരാ, നമ്മുടെ പിങ്ങിനെ ചവിട്ടി കൂട്ടി ഞാൻ ഒരു കുപ്പി പൊട്ടി കേട്ടോ. പൈസ തരാം. ആ വെസ്റ്റ് ഇൻഡീസുകാരനെ കിട്ടിച്ചെങ്കിൽ അയാളുടെ കാലെങ്കിലും പിടിക്കായിരുന്നു. ചെന്നാ മതി കാല് പിടിക്കാൻ. കണ്ടാലോ അവന്റെ പീരങ്കി. ഭർത്താവേ അബുവിനെ കണ്ടുപിടിക്കാനുള്ള എന്നാങ്കിലും വഴി നീ കാണിച്ചു തരണേ. ഈ മഞ്ഞ വണ്ടി എന്താണ് അടിയാട്ടി വന്നെ? ഡ്രാഗൺ അടുത്ത ആഴ്ച ബാങ്കോക്കിലേക്ക് പോകാനിരിക്കുന്ന ഡ്രാഗൺ, അൺറവേൾഡ് ഡ്രാഗൺ. നമ്മുടെ മൂങ്ങാപ്പാറ എസ്റ്റേറ്റ് വീട്ടിലെ രാത്രി എന്റെ ലാസ്റ്റ് പാർട്ടിയാണ്. ബാങ്കോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഈ ചീഞ്ഞ കള്ളൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. ഒരു $10 കള്ള്. ഡോളറാണ് വാടച്ചു പിടിക്കണം, അല്ലെങ്കിൽ ഡോളർ ഞാൻ എന്നാ ചത്തിട്ട് കല്ലടേ. ഷാജേട്ടനവിടെ നിന്ന് ഷാജേട്ടൻ എങ്ങോട്ടാ? ട്രാക്ടറിലേക്ക്. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഓടിപ്പിടിച്ച് നെഞ്ചും പിരിച്ച കടയൊന്നും വെടികൊണ്ട് തൊലിഞ്ഞു. അല്ല പിന്നെ അവൻ അവിടെ കിടന്ന് ചാവട്ടെ എന്നാ? എന്നല്ല, അടിപിടിയിലായാലും വടംവലിയിലായാലും ശത്രുവിന്റെ വല്ലതും കുറച്ച് കാണരുത്. നമുക്കും വേണം തോക്ക്. തോക്ക് പോടുന്ന അത് നടക്കുകയല്ല. എന്നാ ഷാജേട്ടാ? അത് നടക്കുകയല്ല.
ഇനി ഒന്നും ആലോചിക്കണ്ട, എല്ലാം നമ്മ പറഞ്ഞ പോലെ തന്നെ. ആ നാശം പിടിച്ച മോന്ത ഇനി ഒരിക്കലും കാണേണ്ടി വരില്ലെന്നാ വിചാരിച്ചോണ്ടിരുന്നെ. നാശം. വേറെ ആരും അല്ലല്ലോ, സ്വന്തം ചേട്ടനല്ലേ. അത് നമ്മുടെ അബുവിന് വേണ്ടിട്ടല്ലേ. ഞെട്ടണ്ട, ഞാൻ തോക്കുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ എന്നാടാ പറഞ്ഞേ? കൊറേ ഉണ്ടാക്കുമെന്ന്. തോക്കടാ തോക്ക്, നല്ല പട്ട് സാധനം. ഇനി പറമ്പിൽ ആനയോ പന്നിയോ മറ്റോ കേറിയാലേ ഒറ്റ വെടിക്ക് മലത്തിയേക്കണം. ആ ഓ പൊട്ടുവോന്നായിരിക്കും. നീ വേണ്ട വാഴയുടെ കൂമ്പയിലോട്ട് നോക്കിക്കോ. നിന്റെ കൂമ്പല്ലടാ, വാഴയുടെ കൂമ്പ്. അടേ ഇപ്പൊ വെടി വെച്ച് മരത്തുനിന്ന് കണ്ടോണം. അപ്പന്റെ കൂമ്പനിട്ടായിരുന്നു തേണ്ടി. എന്റെ പണി കൊള്ളുകടാ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഷാജി, മോനെ ഷാജി, ഷാജിയടാ. അച്ഛനത് കാര്യാക്കണ്ട, വിഷമം കൊണ്ട. എന്നാലും ഞാൻ അവനോട് 1000 തവണ പറഞ്ഞാടാ. അമ്മച്ചി അന്നേരം ഒടുക്കത്തെ ഉരുളി അവിടെ കൊണ്ട് വെച്ചോണ്ടാ. അയ്യോ, അത് പോട്ടെ. നിങ്ങളിപ്പോ എന്നാത്തിനടാ ഇങ്ങോട്ട് വന്നേ? അവന്മാര് പേടിക്കണം. അവന്മാര് വെടി പൊട്ടണം, ഒച്ചകെട്ട് മുള്ളണം, എന്നിട്ട് ഓടണം. ഞാനിവിടെ ഈ ഹൈറേഞ്ചിലുള്ളപ്പോ ഇവിടെ വന്ന് എന്റെ പിള്ളേരെ വെടിവെച്ച് പേടിപ്പിക്കാൻ മാത്രമാണ് അവന്മാര്. മക്കളെ ഇത് വല്ലതും പൊട്ടൂടാവേ? പൊട്ടുവന്നോ? അങ്ങനെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടാ അത്. തിരയൊക്കെ നിറച്ചിട്ടുണ്ട്. ചൂണ്ടി കാഞ്ചി കളിച്ചാ മതി എന്ന് പറഞ്ഞ. അന്നക്കിട്ട് വെച്ച അമ്മണിക്കിട്ട് പോലും കൊള്ളാത്ത സൈസ് വെടിക്കാരനാണ് അവര്. അതിന് നമ്മൾ എന്തിനാ കൊള്ളിക്കണത്? നമ്മൾ അവരെ ഭയപ്പെടുത്തുന്നല്ലേ ഉള്ളൂ. അതിന് ധാരാളം മതി. ഒരു സാമ്പിൾ വെടി കേൾപ്പിക്കാൻ തോമസച്ചാൻ പറഞ്ഞായിരുന്നു. ഞെട്ടിയില്ലേ? ഉഗ്ര സാധനാട്ടോ ഷാജിട്ടാ. ഇനി നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഇന്നത്തോളം അവന്മാരുടെ അവസാനമാ. നിങ്ങൾ വണ്ടി കയറാൻ നോക്കാം.